30 വർഷത്തിന് ശേഷം ഈ നക്ഷത്ര ജാതകർക്ക് ഒരു മഹാഭാഗ്യം ഇവരെ തേടി വരികയാണ്. ഇവരുടെ കഷ്ടതകൾക്കൊക്കെ അന്തിമമാകുകയാണ്. ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഈ നക്ഷത്ര ജാതകർക്ക് നേടിയെടുക്കാൻ കഴിയുകയാണ്. സ്ഥാനമാനങ്ങൾ, ഉന്നതി, ഭാഗ്യാനുഭവങ്ങൾ, വീട് വയ്ക്കാനുള്ള യോഗം, വിദേശത്തേക്ക് പോകാനുള്ള യോഗം, അങ്ങനെ പല രീതിയിലുള്ള രാജയോഗങ്ങൾ ഈ നക്ഷത്ര ജാതകരെ ഇവരുടെ ജീവിതത്തിൽ തേടി വരാൻ പോകുന്ന സമയം. 30 വർഷത്തിന് ശേഷമാണ് ഇത്തരമൊരു വലിയ ഭാഗ്യം ഞാൻ ഈ പറയുന്ന 3 രാശിക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത്. ഇവരുടെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിക്കാൻ പോവുകയാണ്. ഇന്നലെ വരെ ഇവർ അനുഭവിച്ച സകല സങ്കടങ്ങളും മറന്നേക്കുക. ഇനി വരാനിരിക്കുന്നത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയമാണ്. കഷ്ടതകളൊക്കെ നീങ്ങുന്നു, ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരുന്നു, ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കുന്നു. ഈ നക്ഷത്രജാതകർ പോകേണ്ടതായ ചില ക്ഷേത്രങ്ങളുണ്ട്, ചെയ്യേണ്ടതായ ചില പരിഹാരങ്ങളുണ്ട്. അതൊക്കെ ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ തേടി വരും. നിങ്ങളുടെ ജീവിതത്തിലെ സകല സങ്കടങ്ങളും മാറി എല്ലാ രീതിയിലും ഉയർച്ച, ഭാഗ്യം, നേട്ടം ഒക്കെ വന്നു ചേരും. ആ നക്ഷത്ര ജാതകർ ആരൊക്കെയാണ്? അവർക്ക് ഏതൊക്കെ വിധേനയുള്ള ഭാഗ്യാനുഭവങ്ങളാണ് വന്നു ചേരുക എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇന്ന് 2026 ജൂലൈ മാസം 13-ാം തീയതിയാണ്. ഇന്ന് ഈ നക്ഷത്ര ജാതകർക്ക് ഒരു വലിയ സൗഭാഗ്യം ഇവരെ തേടി വരാൻ പോവുകയാണ്. വരുന്ന 30 വർഷത്തിന് ശേഷമുള്ള ഒരു വലിയ മഹാഭാഗ്യമാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത്. ഇന്ന് തിരുവാതിരയാണ് നക്ഷത്രം. ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും. എന്നാൽ 3 ദിനങ്ങൾ സൂക്ഷിക്കേണ്ടതായ നക്ഷത്ര ജാതകരുണ്ട്. വൃശ്ചികക്കൂറുകാർക്ക് ചന്ദ്രാഷ്ടമമാണ്. വിശാഖം, അനിഴം, തൃക്കേട്ട. അതുകൊണ്ട് ഈ 3 നക്ഷത്ര ജാതകർ ഈ വരുന്ന 3 ദിനങ്ങൾ അല്പം കരുതലോടെ ഇരിക്കുക. നമ്മൾ അങ്ങോട്ട് വഴക്കിന് പോകണ്ട, പക്ഷേ നമ്മളോട് ഇങ്ങോട്ട് വഴക്കിന് വരും. ആ ഒരു സമയമാണിപ്പോൾ. അപ്പോൾ 3 ദിവസങ്ങൾ വൃശ്ചിക രാശിക്കാർ അല്പം കരുതലോടെ ഇരിക്കുക. ചന്ദ്രാഷ്ടമമാണ്. നമുക്കറിയാം ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും കടക്കുന്ന ആ നക്ഷത്ര ജാതകരെ. അതിനു മുമ്പ് ഒരു കാര്യം കൂടി ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ നക്ഷത്ര ജാതകർ തീർച്ചയായും പോകേണ്ട ഒരു ക്ഷേത്രമുണ്ട്. അത് മറ്റെങ്ങുമല്ല, ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്ത് മുന്നോട്ട് പോവുക. കൂടുതലൊന്നും വേണ്ട, ഒരു നെയ്ദീപം കത്തിച്ച് പ്രാർത്ഥിച്ചാൽ മതി. തൻ്റെ സങ്കടങ്ങളൊക്കെ ഒന്ന് മാറണം, ജീവിതത്തിലൊരു അഭിവൃദ്ധി വന്നു ചേരണം, ആഗ്രഹങ്ങളൊക്കെ നടക്കണം എന്നൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരും. ഇത് ഉറപ്പാണ്. നിങ്ങൾക്കിനി ഭാഗ്യമാണ്. അപ്പോൾ നമുക്ക് ആ നക്ഷത്ര ജാതകരെ, 3 രാശിക്കാരിലെ 9 നക്ഷത്ര ജാതകരെ അറിയാം. അതിൽ ആദ്യത്തെ 3 നക്ഷത്ര ജാതകർ എന്ന് പറയുന്നത് മിഥുനക്കൂറുകാരാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ഇത് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരുന്ന സമയമാണ്. മകയിരത്തിനും തിരുവാതിരയ്ക്കും പുണർത്തത്തിനും ഭാഗ്യത്തിനുമേൽ ഭാഗ്യമാണ്. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒന്ന് രക്ഷപ്പെടണം എന്നാഗ്രഹിക്കുന്ന ഈ നക്ഷത്ര ജാതകരുടെ മുന്നിൽ ഒരു വഴി തെളിയാൻ പോവുകയാണ്. രാജയോഗം നമുക്കിന്ന് ഇതിനെ വിളിക്കാം. തീർച്ചയായും വലിയൊരു രാജയോഗത്തിലേക്കാണ് ഇവർ എത്തിയിരിക്കുന്നത്. മിഥുനക്കൂറുകാരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയമാണ്. മഹാത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയം. ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയം. ആശിച്ചതൊക്കെയും നേടിയെടുക്കാൻ കഴിയുന്ന സമയം. ധനം ധാരാളം വന്നു ചേരും. ഇവർ ചെയ്യുന്ന ബിസിനസ്സിലൊക്കെ ഇവർക്ക് ഒരുപാട് അഭിവൃദ്ധി വന്നു ചേരും. എത്ര വലിയ പ്രശ്നമുണ്ടെങ്കിലും ആ പ്രശ്നങ്ങളെയൊക്കെ വളരെ നിസാരമായിട്ട് മാറ്റിയെടുക്കാൻ ഈ നക്ഷത്ര ജാതകർക്ക് കഴിയുന്ന സമയമാണ്. മകയിരത്തിനും തിരുവാതിരയ്ക്കും പുണർത്തത്തിനും ഭാഗ്യത്തിനുമേൽ ഭാഗ്യമാണ്. ക്ഷേത്രദർശനം നടത്തണം. ഞാൻ പറഞ്ഞതുപോലെ മുരുകക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. മിഥുനക്കൂറുകാരെ ഇനി പിടിച്ചാൽ കിട്ടില്ല. അത്രയധികം ഉയർച്ചയിലെത്തും. ധാരാളം ധനം വന്നു ചേരും. ബിസിനസ് വിജയിക്കും. വിദേശത്താണെങ്കിൽ വിദേശത്ത് നല്ല നിലയിൽ എത്തിച്ചേരാൻ സാധിക്കും. അത്രയധികം
ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കുമാണ് ഇവരെത്തുന്നത്. ഇനി ഭാഗ്യം ഇവരെ കടാക്ഷിക്കും. ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറി രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും. അടുത്ത നക്ഷത്ര ജാതകർ, അത് എല്ലാ രീതിയിലും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന, ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള നക്ഷത്രജാതകർ അത് മീനൻ രാശിക്കാർ തന്നെയാണ്. മീനൻ രാശിയിൽപ്പെട്ട പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രജാതകർക്ക് ഇനി ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവീശ്വര്യത്തിൻ്റെയും സമയമാണ്. ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും അവസാനിക്കാൻ പോവുകയാണ്. ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയം. ഒരുപാട് യാതനകൾ ഇവർ അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇവർ സഹിച്ചിട്ടുണ്ട്. എന്നാൽ ആ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മറന്നേക്കൂ. ഇനി ഭാഗ്യം നിങ്ങളെ കടാക്ഷിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ്. അത്രയധികം ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ വ്യാഴം ജന്മരാശിയുടെ 5ാം ഭാവത്തിൽ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് അത് സാധിക്കും. വസ്തുവകകൾ വാങ്ങാൻ യോഗം വന്നു ചേരും. അതുപോലെ തന്നെ ഗൃഹലാഭം, വീടൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ സമയം നടന്നു കിട്ടും. കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കടങ്ങളൊക്കെ മാറിക്കിട്ടും. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്ന സമയമാണ്. ക്ഷേത്രദർശനം നടത്തണം. ശിവക്ഷേത്രത്തിലും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. ഭാഗ്യം നിങ്ങളെ കടാക്ഷിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെയും നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. ഈ പറയുന്ന വാക്കുകൾ സത്യമായി തീരും. ഞാനീ പറയുന്നത് പൊതുവായ ഫലമാണ്. പൂർണ്ണമായ ഫലം നിങ്ങൾക്കറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്കും ബന്ധപ്പെടാം. തീർച്ചയായിട്ടും മറുപടി തരും. അടുത്ത നക്ഷത്ര ജാതകർ എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന, ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന, ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന നക്ഷത്ര ജാതകർ അത് മറ്റാരുമല്ല, മേടരാശിക്കാർ തന്നെയാണ്. മേടരാശിയിലെ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഏഴാണ്ട ശനികാലമല്ലേ, ഭാഗ്യം ഉണ്ടാവുമോ എന്ന്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് ഇനി ഭാഗ്യവും നേട്ടവും സർവൈശ്വര്യമാണ്. ഒരു കാര്യം ഓർക്കുക, ശുക്രൻ ജന്മരാശിയുടെ 5ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ധനലാഭം വന്നു ചേരും, സന്താനഭാഗ്യം വന്നു ചേരും. ജീവിതത്തിലെ കഷ്ടതകളൊക്കെ മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയും. ഇത് രക്ഷപ്പെടാനുള്ള സമയമാണ്. ആശിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ്. ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി വിജയം നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ്. ഈ പറയുന്ന കാര്യങ്ങൾ സത്യമായി തീരും. ചില പ്രവചനങ്ങൾ അങ്ങനെയാണ്, അച്ചട്ടായിത്തീരും. ഇവിടെ നിങ്ങളെ സംബന്ധിച്ചും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരുന്ന സമയം, ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറുന്ന സമയം, ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയം. അപ്പോൾ ഈ 3 രാശിക്കാരും ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. ഭാഗ്യം നിങ്ങളെ കടാക്ഷിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരും. ഒരു സന്തോഷ വാർത്ത നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. നിങ്ങളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയോ ഭാഗ്യം ഇരട്ടിക്കട്ടെ. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരട്ടെ. അതിനായി ആത്മാർത്ഥമായി ശ്രമം നടത്തുക. ദാനധർമ്മങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. നല്ലതേ സംഭവിക്കുകയുള്ളൂ. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.